മലയാള സിനിമയിൽ തന്റെ ഇടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുവ നടിയാണ് ശീതൾ ജോസഫ്. ഗോളം, തെക്ക് വടക്ക്, വള തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ ശീതൾ പ്രകമ്പനം എന്ന ഹൊറർ കോമഡി ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ വമ്പൻ വിജയത്തിനിടയിലും തന്റെ സിനിമാ യാത്രയെക്കുറിച്ചും ലൊക്കേഷനിലെ രസകരമായ അനുഭവത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തിലെ വലിയൊരു നഷ്ടത്തെക്കുറിച്ചും ശീതൾ മനസ്സ് തുറക്കുന്നു. യാദൃച്ഛികതകൾ നിറഞ്ഞ തന്റെ കരിയറിനെക്കുറിച്ചും പ്രകമ്പനത്തിലെ വേദിക എന്ന കഥാപാത്രത്തെക്കുറിച്ചും ശീതൾ മനോരമ ഓൺലൈനോട് മനസ്സ് തുറക്കുന്നു. സിനിമയിലേക്ക് വരുന്നത് ഓഡീഷൻ വഴിയാണ്. 2022 കൊച്ചിയിലേക്ക് വന്ന് ഒരു ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുകയായിരുന്നു. മൾട്ടിമീഡിയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അറിയാവുന്ന പണി അതായിരുന്നു. അങ്ങനെ പാർട്ട് ടൈമായി ഫോട്ടോഗ്രാഫിയും ഇന്റേൺഷിപ്പും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് അതിനൊപ്പം ഓഡീഷനുകൾ കൊടുക്കുന്നതും സിനിമയിൽ കയറുന്നതും. ഗോളം ആയിരുന്നു എൻ്റെ ആദ്യ സിനിമ. അത് കഴിഞ്ഞിട്ട് തെക്ക് വടക്ക്, പ്രകമ്പനം, പിന്നെ വളയമാണ് ചെയ്തത്. ശരിക്കും പ്രകമ്പനം എൻ്റെ 4ാമത്തെ സിനിമയാണ്. 2005 ബബ്ലിങ് എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിരുന്നു. ജോർജ് കോരയും ഞാനുമായിരുന്നു അതിൽ ലീഡ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായി, മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി. അത് കണ്ടിട്ടാണ് പ്രകമ്പനം പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ സംവിധായകനെ കണ്ടു, സ്ക്രിപ്റ്റ് കേട്ടു. ഒരു ചെറിയ സ്ക്രീൻ ടെസ്റ്റും ഓഡിഷനും കഴിഞ്ഞിട്ടാണ് ഞാനതിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 3 സിനിമയിലും എനിക്ക് പ്രായം കൂടുതലുള്ള കഥാപാത്രങ്ങളായിരുന്നു. വളയിലും തെക്ക് വടക്കിലും മാരീഡായ കഥാപാത്രങ്ങൾ. പക്ഷേ പ്രകമ്പനത്തിലെ വേദിക എൻ്റെ പ്രായത്തിന് പറ്റിയ കഥാപാത്രം. കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രമാണ്. സെറ്റിലെല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഷൂട്ടിംഗ് ഒരു ലൊക്കേഷൻ പോലെയല്ല, കോളേജിലേക്ക് തിരിച്ചുപോയ വൈബായിരുന്നു. സാഗറും ഞാനും ഒരേ നാട്ടുകാരാണ്, പക്ഷേ ആദ്യമായാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. സാഗറിന്റെ പണി എന്ന സിനിമ കണ്ടപ്പോൾ നായകനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് വില്ലനെയായിരുന്നു. സാഗറിനൊപ്പം ഒരു ജോഡിയായി അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സിനിമയുടെ ചിത്രീകരണ സമയത്ത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഇന്നും ഞങ്ങൾ തമ്മിൽ ആ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മികച്ച സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നു. ഗണപതി എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പേ അറിയാമായിരുന്നു. ഗണവും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തെ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിചിതമായ ആൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രത്യേക കംഫർട്ടും സന്തോഷവും ഗണപതിക്കൊപ്പം അഭിനയിച്ചപ്പോഴും എനിക്ക് ലഭിച്ചു. നമുക്ക് നേരത്തെ അറിയാവുന്നവർക്കൊപ്പം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. അമീൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ അവൻ്റെ വലിയൊരു ഫാൻ ഗേളാണ്. അവൻ്റെ റീൽസൊക്കെ കണ്ട് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. ശരിക്കും എനിക്ക് പ്രേതകഥകൾ ഭയങ്കര പേടിയാണ്. പ്രേത സിനിമകൾ കണ്ണടച്ച് ഞാൻ കാണാറുള്ളൂ. സിനിമ അഭിനയിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് എല്ലാവരും പറയും. പക്ഷേ ഈ സിനിമയിൽ ഒരു സീനിൽ റൂമിലേക്ക് ആദ്യം കയറി ചെല്ലേണ്ടത് ഞാനാണ്. അവിടെ മൊത്തം ഇരുട്ടാണ്. ഷൂട്ടിംഗ് സെറ്റിൽ നമുക്ക് ചുറ്റും ഒട്ടനവധി ആളുകൾ ഉണ്ടെന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നും കൃത്യമായി അറിയാം. എങ്കിലും ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് ആദ്യം കയറി ചെന്നിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ കഥാപാത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ടാവാം ആ അന്തരീക്ഷം എന്നെ അത്രമേൽ സ്വാധീനിച്ചു. അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ വരുന്നത് വരെ ഞാൻ കണ്ണുകൾ ഇറുകിയടച്ച് കാത്തിരിക്കുമായിരുന്നു. ഫ്രെയിം വച്ചതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല. ചുറ്റും ആളുകളുണ്ടെന്ന ബോധ്യമുണ്ടായിട്ടും ആ സീൻ അത്രയേറെ ഭീതിയോടെയാണ് ഞാൻ പൂർത്തിയാക്കിയത്. ആദ്യ ഷോ കാണാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സിനിമയെ ഒന്ന് വിലയിരുത്താൻ പോലും പറ്റിയില്ല. സ്ക്രീനിൽ എൻ്റെ മുഖവും രൂപവും എങ്ങനെയുണ്ട് നോക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരുതരം നിരാശയായിരുന്നു ഉള്ളിൽ.